സെക്സ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ ഇമോഷൻസ് പഠിപ്പിച്ചു കൊടുക്കാതെ പറ്റില്ല. സെക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. അത് ഫിസിക്കൽ ആക്ട് മാത്രമല്ല. പക്ഷെ നിങ്ങൾക്ക് ലെസ്റ്റ് ആണ് വേണ്ടെങ്കിൽ അതിൽ ഇമോഷണൽ കണക്ഷൻ ഇല്ല. ഇന്നത്തെ തലമുറയ്ക്കുള്ളത് അട്രാക്ഷനാണ്, ലവ് അല്ല. ചാറ്റിങ്ങിന് വേണ്ടി മാത്രം ഒരു റിലേഷൻഷിപ്പ്, എല്ലാവരുടെ മുന്നിൽ കൊണ്ടു നടക്കാനായിട്ടൊരു റിലേഷൻഷിപ്പ്, അതൊക്കെ അട്രാക്ഷനാണ്. അതിലൊക്കെ അവനവൻ്റെ സുഖമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ലവ് ആണെങ്കിൽ അയാളുടെ നല്ല കാലത്തും കെട്ട കാലത്തും നമുക്ക് അയാളോട് കൂടെ നിൽക്കാൻ പറ്റും. എനിക്ക് വേണം, എനിക്ക് സുഖം കിട്ടണം, എനിക്കെല്ലാം വേണം എന്നുള്ളതാണ് ലെസ്റ്റ്. എന്തൊരു സാധനത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഷാഡോ ഉണ്ട്. ഷാഡോ ഇല്ലാത്തൊരു ഒബ്ജക്റ്റ് വെച്ചാൽ പോലും അതിന് ഷാഡോ ഉണ്ട്. ലവ് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. ഒരാൾ അട്രാക്ഷൻ്റെ പുറത്ത് ഒരാളോട് സ്നേഹമാവും, മറ്റേ ആൾ റിയൽ ലവ് എക്സ്പെക്ട് ചെയ്യുന്നെങ്കിലും പിന്നീട് അയാൾ വേണ്ടാന്ന് വെക്കുമ്പോൾ ഒരാൾക്ക് ഭയങ്കര ട്രോമയായിരിക്കും. ഈവൻ നമ്മൾ രണ്ടുപേരും വ്യത്യസ്ത വ്യക്തികൾ ഒന്നിച്ച് വളരാൻ പറ്റുന്ന, ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നർച്ചർ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലോട്ട് ആ റിലേഷൻഷിപ്പ് നമുക്ക് ഷിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റണം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്കൊക്കെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്സ് എഡ്യൂക്കേഷൻ അത് കൊടുക്കുന്നുണ്ട്, പക്ഷേ അതിനകത്തിൽ ഈ ഇമോഷൻസ് എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഇമോഷണൽ കണക്ഷൻ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഈ ഒരു കാര്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? കാരണം നമ്മുടെ സമൂഹം തന്നെ എടുത്തു കഴിഞ്ഞാൽ അറിയാം, ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പുകൾ അവർക്ക് താങ്ങാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യുന്ന ഒരു ജനറേഷൻ കൂടിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അത് ഈ ഒരു ഇതിന്റെ കുറവ് കൊണ്ടാണോ അങ്ങനെ ഉണ്ടാവുന്നത്? അല്ല, സെക്സ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ ഇമോഷൻസ് പഠിപ്പിച്ചു കൊടുക്കാതെ പറ്റില്ല. കാരണം നമ്മൾ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് തന്നെ പഠിപ്പിക്കുമ്പോൾ, ഒരാൾ എന്നെ ഹഗ് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് തോന്നുന്നുണ്ടെങ്കിൽ നോ പറയണം എന്നുള്ളതാണ് നമ്മൾ സെക്സ് എഡ്യൂക്കേഷനിൽ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം അതിൽ തന്നെ ആ ഹഗ്ഗിങ്ങിൽ എന്തെങ്കിലും ഡിസ്കംഫർട്ട് എന്നുള്ളത് ഇമോഷനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം അത് കംപ്ലീറ്റഡ് ആവണമെങ്കിൽ നമ്മൾ ഇമോഷണൽ കണക്ഷൻ പറഞ്ഞ് തന്നെ കൊടുക്കണം. പക്ഷെ ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്ലഷർ പോലെ, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഇത് എൻജോയ്മെന്റ് ആണ് എന്നുള്ള കോൺസെപ്റ്റിൽ എടുക്കുമ്പോൾ അവർ ആ ഇമോഷണൽ കണക്ഷൻ എന്നുള്ള ഏരിയനെ ഒട്ടും ഫോക്കസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഇപ്പം ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് നിന്ന് എന്താ കുഴപ്പം, ഞാനൊന്ന് ചേർന്ന് നിന്ന് എന്താ കുഴപ്പം. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു ആണും പെണ്ണും ഒരു ലിമിറ്റിലപ്പുറം ഒന്നിച്ച് യാത്ര ചെയ്യുകയും ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ വരും. അപ്പോൾ നമുക്ക് അവരോട് എല്ലാ അട്രാക്ഷൻസും നമുക്ക് അവരോട് റിയൽ ആയിട്ടൊരു ലവ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും ഇന്നത്തെ ജനറേഷൻ ഈ അട്രാക്ഷൻ വരുന്ന ആളുകളോടെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് അത് ഇമോഷണൽ കണക്ഷനിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ലൈഫിലേക്ക് കൂട്ടാം, അല്ലെങ്കിൽ അത് നമ്മൾ തമ്മിൽ സെറ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട് പിരിയാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇന്നത്തെ തലമുറ പോകുന്നത്. ഇവർക്ക് തന്നെ ഡബിൾ തോട്ട് ഉണ്ട്. കാരണം ഇപ്പൊ എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല, ഞാൻ ഇങ്ങനെ ഫിസിക്കൽ എനിക്കൊരു അട്രാക്ഷൻ തോന്നി, ചിലപ്പോൾ പേഴ്സണാലിറ്റി അട്രാക്ഷൻ തോന്നി, അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യാം, ഇപ്പൊ കമ്മിറ്റ്മെന്റ് ഒന്നും വേണ്ട. പക്ഷെ മേ ബി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെ എനിക്ക് കമ്മിറ്റ്മെന്റ് ഒക്കെ വന്ന് ഞാനും ഒരാളിൽ ഒതുങ്ങിയേക്കാം, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുവരെ പറഞ്ഞ് ഏതെങ്കിലും ഒരു മൊമെന്റ് എത്തുമ്പോ ഓക്കെ എനിക്കിപ്പോ ഇനി ഇങ്ങനെ തോന്നാം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇമോഷണലി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലേ എന്നൊരു വലിയ ഡൗട്ട്. അല്ല, അവർക്ക് ആ വാല്യൂ ഇല്ലല്ലോ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അവരിപ്പം എന്റേതെന്ന് വിചാരിച്ചിട്ട് ആരോടൊരു ഫിസിക്കൽ ആക്ടിന് പോകുന്നില്ലല്ലോ. അവിടെ ആ വലിയൊരു മൂല്യം അവിടെ കട്ടാ. അവിടെ എന്ന് വെച്ചാൽ ജസ്റ്റ് ഫിസിക്കൽ ആക്ടി മാത്രം അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. നാളെ ഇന്നിപ്പോൾ നമ്മൾ ഈ സെക്ഷുവലി ഇൻ്റർകോഴ്സ് ചെയ്ത ആൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ എഫക്റ്റ് ചെയ്യുന്നില്ല. അവർ ഇമോഷണലി ഒരു കണക്ഷനേ ഇല്ല അതിൻ്റെ അകത്ത്. അത് അങ്ങനെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആ വലിയ മൂല്യത്തെ തന്നെ കട്ട് ചെയ്തിട്ട് അവരങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ അട്രാക്ഷൻ തിരഞ്ഞ് ഇപ്പം ഞാൻ പറയട്ടെ, എല്ലാ ആളുകളുടെ ആ ഫ്ലോസ് ഉണ്ടല്ലോ. അല്ലാതെ എല്ലാം ഇപ്പം ഞാൻ പറയാം, എന്തൊരു സാധനത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഷാഡോ ഉണ്ട്. ഷാഡോ ഇല്ലാത്തൊരു ഒബ്ജക്റ്റ് വെച്ചാൽ പോലും അതിന് ഷാഡോ ഉണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമുക്കും ആ ഷാഡോ ഉണ്ട്. എത്രയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാലും നമ്മളിൽ ചെറിയൊരു ഷാഡോ ഉണ്ടാവും. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ പൂർണ്ണമായിട്ട് സ്നേഹിക്കണമെങ്കിൽ അയാളുടെ കുറവുകളെയും കൂടുതലുകളെയും നമ്മൾ അംഗീകരിക്കണം. ഇല്ലാതെ ആ വ്യക്തിയോട് നമുക്ക് എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ കൂടുതലുകളെ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിച്ചു തുടങ്ങുമ്പോൾ കുറവുകൾ പതുക്കെ പ്രൊജക്റ്റ് ചെയ്ത് വരും. അപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം റിയൽ ലവും അട്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കുട്ടികളെ വേണമെങ്കിൽ ഈ സെക്സ് എഡ്യൂക്കേഷനിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഷോർട്ട് ടേം പീരീഡിൽ വരുന്ന ഒന്നാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സെൽഫ് ഓറിയൻറ്റഡ് ആണ്. അതായത് എൻ്റെ സുഖം, എൻ്റെ കംഫർട്ട്. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ എനിക്ക് സുഖം തരുമെങ്കിൽ ഞാൻ അയാളുമായിട്ട് ഓക്കെയാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ എനിക്ക് അത്ര പ്ലഷർ അല്ല തരുന്നെങ്കിൽ ഞാൻ അയാളുമായിട്ട് സിങ്ക് ആവില്ല. അതാണ് അട്രാക്ഷൻ. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്കുള്ളത് അട്രാക്ഷനാണ്, ലവ് അല്ല, പ്രണയമല്ല. പ്രണയവും അട്രാക്ഷനും ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം, പ്യുവർ ലവ് അല്ല. അത് വെറും അട്രാക്ഷൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഷോർട്ട് ടൈം പീരീഡ്. ഇപ്പോൾ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു 3 years ആണെങ്കിൽ 3 years ലവ്. അത് കഴിഞ്ഞ് പറ്റൂലെങ്കിൽ അടുത്തയാൾ. പിന്നെ ചാറ്റിങ്ങിന് വേണ്ടി മാത്രം ഒരു റിലേഷൻഷിപ്പ്
എല്ലാവരുടെ മുന്നിൽ കൊണ്ടു കിടക്കാനായിട്ട് റിലേഷൻഷിപ്പ്, അതൊക്കെ അട്രാക്ഷനാണ്. അതിലൊക്കെ അവനവൻ്റെ സുഖമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, അവനവൻ്റെ പ്ലഷറാണ്. മറ്റൊരാൾക്ക് ആ പ്ലഷറോ സുഖമോ അവർ ഫോക്കസ് ചെയ്യുന്നേ ഇല്ല. പക്ഷെ ശരിക്കും ഒരു പൂർണ്ണത വരണമെങ്കിൽ, ഇപ്പം ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ കുറവുകളെയും കൂടുതലുകളെയും എനിക്ക് അംഗീകരിക്കാൻ പറ്റണം. ഇപ്പം നമ്മളിപ്പോൾ ഒരാളുടെ പണം കണ്ട ഒരാളോട് അട്രാക്ഷൻ തോന്നി, അയാളുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് നമുക്ക് അട്രാക്ഷൻ തോന്നി, അയാൾ നമ്മൾ കാണാൻ നല്ലാണ്ട് അയാൾക്ക് നമ്മളോട് തോന്നി, നമ്മൾ റിലേഷൻഷിപ്പിലായി. നാളെ അയാൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, അയാൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ബാധിച്ചു, അപ്പോഴത്തേക്കും നമുക്ക് സ്പെൻഡ് ചെയ്ത പോലെ ഒന്നും അയാൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെറ്റ് ആവില്ല നമുക്ക് തോന്നും, അട്രാക്ഷൻ ആണെങ്കിൽ. പക്ഷെ ലവ് ആണെങ്കിൽ അയാളുടെ നല്ല കാലത്തും കെട്ട കാലത്തും നമുക്ക് അയാളോട് കൂടെ നിൽക്കാൻ പറ്റും. അപ്പം അതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഈ അട്രാക്ഷനും ലവും തമ്മിലുള്ള റിയൽ ലവും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞോളാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അട്രാക്ഷനാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാം. പക്ഷെ അതല്ല, നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്കൊരു കണക്ഷനാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ആ റിയൽ ലവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം എന്നുള്ള ആ ഒരു തോട്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം ഇതിപ്പം നമ്മളോടൊരു അട്രാക്ഷൻ ഒരാൾക്ക് തോന്നിയെന്ന് വിചാരിക്കാം, നമ്മുടെ ഇപ്പം ചിലപ്പോൾ നമ്മുടെ ഫിസിക് ലുക്ക് കണ്ടിട്ടായിരിക്കും, നാളെ നമുക്ക് ഫിസിക് ലുക്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾക്ക് നമ്മളോടുള്ള അട്രാക്ഷൻ പോകും. പക്ഷെ റിയൽ ലവ് അങ്ങനെയല്ല. നമുക്കിപ്പോൾ കണ്ടിട്ടില്ലേ, റിയൽ ലവ് ആയിട്ടുള്ള പല പല ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല. ചിലപ്പം വിവാഹത്തിന് മുമ്പ് ഭയങ്കരമായിട്ട് സ്നേഹിച്ചപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി, എന്നിട്ടും ആളെ ചിലപ്പോൾ ഫുൾ ലൈഫ് ലോങ് വീൽ ചെയറിലായിപ്പോയി, എന്നിട്ട് പോലും വിടാതെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ കുറവുകളിലും കൂടുതലുകളിലും ഒന്നിച്ച് നിൽക്കണം എന്നുള്ളതാണ്. ചിലർ പറയും എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ വിട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ അസുഖം ആർക്കും വരാമെന്നുള്ളൊരു തോട്ടൽ വന്നു കഴിഞ്ഞാൽ നമ്മളവരെ വിട്ടിട്ട് പോവില്ല. അതൊക്കെ ഒരു റിയൽ പ്യുവർ ലവ് ആണ്. മറ്റത് വെറും അട്രാക്ഷനാണ്. അതിനെ ലെസ്റ്റ് എന്ന് കണക്ട് ചെയ്യാം. ലെസ്റ്റും ഇപ്പം ഇതിലൊക്കെ ഇപ്പം എന്താ കാമവും ലവും എന്നുള്ള ആ ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഒരു ഡിഫറൻസിൽ തന്നെ ലെസ്റ്റ് എന്ന് പറയുമ്പം നമുക്കെല്ലാം ഇങ്ങോട്ട് വേണം എന്നുള്ളതാണ്. എല്ലാം എനിക്ക് വേണം, എനിക്ക് സുഖം കിട്ടണം, എനിക്കെല്ലാം വേണം എന്നുള്ളതാണ് ലെസ്റ്റ്. ലവ് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് വേണം എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ നിങ്ങൾക്ക് അട്രാക്ഷൻ ആവാം, നിങ്ങൾ ലെസ്റ്റ് ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്ന് ആ മറ്റൊരാളിൽ നിന്ന് അത് കുറയുന്നു, അന്ന് നിങ്ങൾക്കത് ബ്രേക്കായിപ്പോവും. അതല്ല, നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു നല്ലൊരു വ്യക്തിത്വം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ് ലവ് എന്ന് പറയുന്നത്. അപ്പം ലവ് ആണോ ലെസ്റ്റ് ആണോ വേണ്ടതെന്നുള്ളത് ഒരാളുടെ ഡിസിഷനാണ്. അപ്പോൾ അത് അയാളുടെ ഐഡിയോളജിയിൽ ലവ് ആണ് വേണ്ടതെങ്കിൽ അയാൾക്ക് ലവിന് വേണ്ടി കാത്തിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ അട്രാക്ഷനും ലവും തമ്മിലുള്ള ഡിഫറൻസ് വേണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരാൾ അട്രാക്ഷൻ്റെ പുറത്ത് ഒരാളോട് സ്നേഹമാവും, മറ്റേ ആൾ റിയൽ ലവ് എക്സ്പെക്ട് ചെയ്യുന്നെങ്കിലും പിന്നീട് അയാൾ വേണ്ടാന്ന് വെക്കുമ്പോൾ ഒരാൾക്ക് ഭയങ്കര ട്രോമയായിരിക്കും. എന്നുവെച്ചാൽ അങ്ങനെ വരുന്ന കേസുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പം ഞാൻ അങ്ങനെയല്ല. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ചുമ്മാ ഒരു അട്രാക്ഷൻ തോന്നി, ഞാൻ നിനക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ജീവിച്ചിടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുമല്ലേ, സംതിങ് നമ്മൾ കരുതിയ പോലെ അവർ കരുതണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില കാര്യത്തിൽ തിരിച്ച് നമ്മൾ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ ഈ അട്രാക്ഷൻ്റെ സ്ഥാനത്ത് ഒന്നും കിട്ടത്തില്ല. എനിക്കൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വലിയുള്ള ഈ അപകടക്കനി മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലേക്ക് പോവാം. അപ്പോൾ രണ്ടുപേരും ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. രണ്ടുപേരും എനിക്ക് അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ളൊരു ഹ്യൂമൻ്റെ നേച്ചറല്ലേ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്നുള്ളത്, ഇല്ലേ? ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അതിപ്പോൾ ഞാൻ ഇപ്പോൾ കപ്പിളിൽ നിന്ന് മാറിയുള്ള റോൾസ് പറയും. ഇപ്പോൾ ഒരാളുടെ അമ്മയാണ് ഒരാളെന്ന് പറയുമ്പം എൻ്റെ അമ്മയാവുമ്പോൾ അമ്മ എന്നോട് ഇങ്ങനെ ആയിരിക്കണം എന്നൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? അപ്പം നമുക്കൊരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ എൻ്റെ പാർട്ട്ണർ ആവുമ്പോൾ അയാൾ ഇങ്ങനെ ആയിരിക്കണം നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഐഡിയോളജി നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യില്ലേ? അപ്പം ഞാൻ പറഞ്ഞത് റിയൽ ലവ് ആകുമ്പോൾ ഇപ്പോൾ സെക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അത് ഫിസിക്കൽ ആക്ട് മാത്രമല്ല. പക്ഷെ നിങ്ങൾക്ക് ലെസ്റ്റാണ് വേണ്ടെങ്കിൽ അതിൽ ഇമോഷണൽ കണക്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കുന്നതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഒരാൾ ഹഗ് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടാണോ ഫീൽ ചെയ്യുന്നതെന്നനുസരിച്ചിട്ടാണ് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അത് ഇമോഷണലി കണക്റ്റഡ് അല്ലേ? അപ്പോൾ അട്രാക്ഷൻ്റെ പുറത്തും ഡിസ്കംഫർട്ട് ആവാതെ നമുക്ക് അട്രാക്ഷനുള്ള ആളുടെ കൂടെ നടക്കുമ്പോൾ നമ്മൾ സ്വപ്നം കണ്ടേക്കൊട്ട് ഒരാളാണ് നമ്മുടെ അടുത്ത് ഇഷ്ടം പറഞ്ഞ് നമുക്ക് ഡിസ്കംഫർട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അത് അവരവൻ്റെ സുഖം മാത്രം നോക്കുന്ന ആൾക്കാരാണ്. മറ്റേ ആൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അയാൾക്കത് വിഷയമില്ല. നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ട ഒരു ഫാക്ടറാണ്. അതെ, അത് ഇന്നത്തെ തലമുറയെ നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കണം. കാരണം ഒരു കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രണയം ഇല്ല എന്ന് പറയുന്നത് നമ്മൾ വളരെ മോശമായതുകൊണ്ട് മാത്രമാണ്, നമ്മൾ ഒന്നിനും കൊള്ളൂലാത്തതുകൊണ്ടാണ്
ഉള്ളൊരു കോൺസെപ്റ്റ് വരെ ഇന്നത്തെ ജനറേഷനുണ്ട്. എന്നോട് ഇതേവരെ ഒരാൾ പോലും പ്രപ്പോസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഭയങ്കര പ്രോബ്ലമാണ്, എന്നെ കാണാൻ ഒന്നിനും കൊള്ളില്ല, സെൽഫ് ഇമേജ് ഇഷ്യൂസ് ഒക്കെ ഡെവലപ്പ് ആവുന്ന കുട്ടികൾ ഇന്നത്തെ കാലത്തുണ്ട്. പക്ഷേ നമ്മൾ അവരോട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ക്ലാസ്സുകൾ നമ്മൾ കോമൺ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു മീഡിയ ഇൻഫ്ലുവൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകളിലൊക്കെ ഇതല്ലേ കാണുന്നത്. എല്ലാവരും പോയി ജീവിച്ച് നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ വിവാഹം കഴിക്കുക എന്നുള്ള ആ ഒരു ഇതായതുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ട്രൈ ചെയ്യാൻ തയ്യാറാവുന്നത്. കാരണം ഇപ്പം ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്നും സന്തോഷമായിട്ടല്ലായിരിക്കും ആളുകൾ കാണുന്നത്. അവർ ജീവിച്ച് വരുന്ന ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ അച്ഛനും അമ്മയും ഭയങ്കര വഴക്കായിട്ടുള്ള ഫാമിലി ആയിരിക്കും. അപ്പോൾ അവർ ചിന്തിക്കും ഇങ്ങനെ എന്തിനാ കല്യാണം കഴിച്ചിട്ട്, നമുക്ക് ഓക്കെ ആണോ എന്ന് നോക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഓരോ ആളുകൾക്കും വേരിയസ് ആയിട്ടുള്ള സ്റ്റോറീസാണ്. അപ്പം ഒരാൾ അങ്ങനെ ജീവിച്ചത് അയാൾക്ക് അയാളുടേതായിട്ടുള്ള കാരണങ്ങൾ കാണും. പിന്നെ ചില ആൾക്കാർ വേണ്ടാന്ന് വെക്കുന്നതിനും നമ്മൾ നല്ല മൂല്യങ്ങൾ പഠിച്ചു വന്ന ആളുകൾ വേണ്ടാന്ന് വെക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും വളർന്നിട്ടുള്ള, ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഇപ്പം വിവാഹം കഴിക്കുന്ന പ്രായത്തിൽ നിന്ന് ആൾക്കാർ ഒന്ന് ചോദിക്കുന്നു, മാരേജ് കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാം, നമ്മുടെ എല്ലാ ഫ്രീഡം ഒക്കെ പോവുമല്ലേ, അപ്പം അതൊരു പ്രശ്നമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറയും മാരേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ മെർജിങ് ഇൻറ്റു വൺ അല്ല എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ആളുകളോട് പറയണം. ഈവൻ നമ്മൾ രണ്ടുപേരും വ്യത്യസ്ത വ്യക്തികൾ ഒന്നിച്ച് വളരാൻ പറ്റുന്ന, ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നർച്ചർ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലോട്ട് ആ റിലേഷൻഷിപ്പ് നമുക്ക് ഷിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെ പല പല കൺഫ്യൂഷൻസ് ഉള്ള ആൾക്കാരുണ്ട്. കാരണം ഇന്നത്തെ നമ്മൾ കിട്ടുന്ന അഡ്വൈസസ് ഒക്കെ അങ്ങനെയാണ്. കാരണം ഈ കല്യാണം കഴിച്ചിട്ട് ഫുൾ ടൈം നമ്മൾ ഈ വഴക്കുകൂടി ജീവിക്കാനാണോ, അതിഭേദം എന്തിനാ ഇത്രയും. ഇപ്പം ചിലർ പറയും എൻ്റെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ ഈ ഡ്രമാറ്റിക് ആയിട്ടുള്ള മാരീഡ് ലൈഫ് ഞാൻ കണ്ടതാ, ഞാനും അങ്ങനെ ഒരു മാരീഡ് ലൈഫിലേക്ക് എനിക്കങ്ങനെ കമ്മിറ്റ്മെൻറ്റിനോടൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം അത് ട്രൊമാറ്റിക് ആവാനായിട്ട് പല കാരണങ്ങൾ കാണും. അത് മാരേജിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയല്ല, അത് ആ വ്യക്തികളുടെ പല മൂല്യങ്ങളിലുള്ള പ്രശ്നം കൊണ്ടാണ്. അതുകൊണ്ട് ആ സിസ്റ്റമേ കൊള്ളില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നല്ല രണ്ട് വ്യക്തികളെ ഒന്നാവുന്നെങ്കിൽ അവർക്ക് നല്ലൊരു വിധത്തിൽ പോകാൻ തന്നെ പറ്റും. ശരിക്കും വിവാഹം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നിച്ച് ഉള്ളൊരു ജീവിതം, പരസ്പരം വളരാനും തളർച്ചയിലും ഉയർച്ചയിലും കൂടെ നിൽക്കാൻ ഒരാൾ, അതാ മാരേജിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് ചിലരിൽ വർക്കാവില്ല, അത് ആ വ്യക്തികളുടെ പ്രോബ്ലം കൊണ്ടാണ് എന്ന് വിചാരിച്ച് മാരേജ് എന്നുള്ള സിസ്റ്റമേ ശരിയല്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ, കാരണം ഇപ്പം എല്ലാവരും കൺഫ്യൂസ്ഡാണ് അല്ലേ, ഏതാ റൈറ്റ് റോങ്. അപ്പം ഞാൻ പറഞ്ഞ മാരേജ് കോൺസെപ്റ്റ് ഉണ്ടാക്കിയേക്കുന്ന അതിനാ. പക്ഷെ രണ്ടുപേരും ഐഡിയോളജി ഇല്ലാത്ത ആൾക്കാർ ജീവിച്ചത് പ്രശ്നമാണ്. ഇപ്പോൾ ബിസിനസ് തുടങ്ങുന്നത് എന്തിനാ, വിജയിക്കാനാണ്. പക്ഷെ ബിസിനസ്സുകാരന് വേണ്ട സ്കില്ലില്ലാതെ ഒരാൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ അതിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ എഫേർട്ട് പോലും ഇടുന്നില്ല, അയാളുടെ ബിസിനസ് ഗ്രോ ചെയ്യുമോ? എന്ന് വെച്ച് ബിസിനസ് തുടങ്ങുന്നതേ ഫ്ലോപ്പാന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പോൾ അതുപോലെ മാരേജ് എന്ന് പറയുന്ന ആ സിസ്റ്റം വളരെ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ നമ്മൾ ആ സിസ്റ്റം നന്നായിട്ട് വരണമെങ്കിലുള്ള എഫേർട്ട് ഇടണം നമ്മൾ. എന്നാൽ മാത്രം അത് ചുമ്മാ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാവുന്ന ഒരു ബ്യൂട്ടി അല്ല അത്. പക്ഷെ ആ എഫേർട്ട് ഇട്ട് ബ്യൂട്ടി ആക്കിയ അത് നല്ലൊരു ലൈഫാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ.